ശ്രീ പി എസ് സഞ്ജീവ് വളരെ ചുരുക്കി. അതായത് ഇവിടെ ആ വിശംബരൻ പറഞ്ഞു, അവിടെ ചെന്ന് പറഞ്ഞു, ഒടുവിൽ അവർ നിങ്ങളെ തേടിയെത്തും, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന ആ പ്രസിദ്ധമായ വാചകത്തിൻ്റെ ഒരു നാടൻ രീതി അവർ അവിടെ പറഞ്ഞു. വിദ്യാർത്ഥികൾ ചിലരെത്തി. അപ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട്. ഈ തിന്മയ്ക്കെതിരെ തീർച്ചയായും മുൻകാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ SFI നാളെ മാർച്ചുണ്ട്, തുടർന്ന് ആ പോരാട്ടം നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഒട്ടനവധി തവണയായി പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഈ സ്വകാര്യവൽക്കരണം പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ആത്യന്തികമായി ചെന്ന് നിൽക്കുന്ന ഈ വേരുകളൊക്കെ ചെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും SFIയുടെ ഒരു 5.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രം തന്നെ ഇതിലുണ്ട്. കാരണം എത്രയോ തവണയായി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ അപകടമാണ് പല രൂപത്തിലായി ഇങ്ങനെ പല ഭാവത്തിലായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി പോരടിക്കുക തന്നെയാണ് ഉദ്ദേശം. ഒരു അണുവിട പുറകോട്ടില്ല. നാളെ ശക്തമായ മാർച്ചുണ്ടാവും. തുടർച്ചയിൽ കേരളത്തിലെമ്പാടുമുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ, ഈ സ്വകാര്യ ക്യാമ്പസുകളിൽ പ്രത്യേകമായി SFI ഇതിൻ്റെ പ്രതിഷേധം സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്. അധ്യാപകരെ തിരുത്തുക എന്നുള്ളതല്ല. വിദ്യാർത്ഥികൾക്കിടയിൽ തങ്ങൾക്കെതിരെ നേരിടുന്ന എന്ത് ജനാധിപത്യ വിരുദ്ധതയും നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള പക്വതയും പാകതയും ധൈര്യവും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അവർ ചോദ്യം ചെയ്ത് തുടങ്ങുന്ന നിമിഷം തൊട്ട് ഇതിന്റെ അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ്. തീർച്ചയായും ഡോക്ടർ വിനീത വിജയൻ, SC അട്രോസിറ്റി ആക്ട് ഈ കേസിൽ ഇതുവരെ ചുമത്തിയിട്ടില്ല. അടിയന്തരമായിട്ട് SFI ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ അതുകൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുക. തീർച്ചയായും.